ഷിംജിത ആള് പഠിച്ച കളി തന്നെയാണ് കേട്ടോ. കാരണം അവൾ ഇന്നും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. എന്നെ ദീപക് ഉപദ്രവിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്നുള്ളത്. ഉപദ്രവിച്ചതിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് വലിയൊരു സംഭവമായിട്ട് ഞാനും കാണുന്നേ. പിന്നെ മാറിടത്തിലേക്ക് തട്ടിക്കോള് എന്ന് പറഞ്ഞ് അങ്ങ് പോയി തട്ടി കേട്ട് ചിരിച്ചതും കാണുമ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടൊന്നുമില്ല. കാരണം അവര് ശരിക്ക് പ്ലാൻ ചെയ്തതാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ട് കണ്ടവരാണ് നമ്മളെല്ലാവരും. ഒരു തരത്തിലുള്ള അസ്വാഭാവികതയും ആ ബസ്സിലുള്ള CCTV ക്യാമറകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ ബസ്സിലുള്ള ഒരു ജീവനക്കാരോട് പോലും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ പോലും ഞങ്ങൾ ഇത് കണ്ടു എന്ന് പറഞ്ഞ് ദൃക്സാക്ഷികളായിട്ട് വന്നിട്ടില്ല. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന പറയുന്നത്. പോലീസുകാർക്ക് എന്തായാലും അവരെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല. കാരണം എല്ലാ ഡാറ്റയും അവരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നാ പറയുന്നത്. തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡിയിൽ ആവശ്യമില്ല. പക്ഷെ അവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. എന്നാൽ പോലും നമ്മുടെ ദീപകിന്റെ വക്കീല് പബ്ലിക് പ്രോസിക്യൂട്ടർ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ കോടതി ജാമ്യം കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ സ്ത്രീ ദീപകിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ എന്നൊരു വലിയ സംശയം ഇപ്പോ ഉണ്ട് എന്നുള്ളതാണ്. റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. അതായത് സമാനമായ രീതിയിൽ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു വെക്കാം. തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ കന്യക, അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. കാരണം അപ്പൊ ഇതേപോലെ ആരെയോ ചതിച്ചിട്ട് പൈസ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറയുന്നു. എന്താല്ലേ, അവര് ജയിച്ചതിന് ശേഷം അവരുടെ വാർഡിൽ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളും ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ ചാറ്റട്ടുവേലി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. ആ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട് കുറെ ഫേക്ക് ഐഡീസ് വന്നിട്ട് ഇപ്പൊ ശബ്ദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഉണ്ട്, ശക്തമായ കരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കോഴിക്കോട്ടെ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതയ്ക്കെതിരെ പരാതി. വീഡിയോ ചിത്രീകരിച്ച ബസ്സിലെ പെൺകുട്ടിയാണ് പരാതിക്കാരി. തന്റെ മുഖം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം. ഞാനും വിചാരിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഈ വിഷയത്തിലൊന്നും മിണ്ടാതിരുന്നത് എന്നുള്ളത്. കാരണം അവരുടെ കൂടെയുള്ളതല്ല എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഇപ്പൊ മനസ്സിലായില്ലേ ഷിംജിത മോളെ? ആ ബസ്സിലുള്ള പല ആളുകളും നിങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും പരാതിപ്പെടുക തന്നെ ചെയ്യും. കൂടെ നിൽക്കുന്ന ആളാ വിചാരിച്ചു ഞാൻ സത്യത്തില്. അയ്യയ്യോ എന്റെ പൊന്നു ഷിംജിത മോളെ, നാട്ടുകാർ മൊത്തം അങ്ങനെ പരാതിയുമായി വന്നാ എങ്ങനെ ഉണ്ടാവും? കൊള്ളാം. എന്തായാലും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കുത്തിക്കയറ്റിയതാണ്. ഇനി ഈ വിഷയത്തിൽ ദീപക് മരിച്ചത് ദീപക് തെറ്റുകാരനായത് കൊണ്ടാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം തരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വിലപിടിപ്പുള്ള ഒരു ഗ്ലാസ് ഉണ്ടെന്ന് കൂട്ടുക. ഈ ഗ്ലാസ് ആരെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ, ചവിട്ടി പൊട്ടിച്ചങ്ങനെ കളഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ഭയങ്കര വിഷമം ഉണ്ടാവും, ഭയങ്കരമായിട്ട് തകർന്നു പോകും ചിലപ്പോൾ. കാരണം അത്രയും ഫണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമുക്കത് വീണ്ടും വാങ്ങാം അല്ലെ? പക്ഷേ നമ്മുടെ ഹൃദയം അങ്ങ് തകർന്ന് തരിപ്പണമാക്കിയ ഒരാള് എങ്ങനെയാ ഇങ്ങനെ തെറ്റായ സന്ദേശങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നുണ പ്രചരിപ്പിച്ചിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടു. അത് കാണുമ്പോൾ ദീപകിന് തന്നെ അത് വ്യക്തമായിട്ട് അറിയുന്നതാണ് ഞാനൊന്നും ചെയ്തതായിട്ട് അതിലില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അവരിങ്ങോട്ട് വന്നിട്ടാണല്ലോ മുട്ടുന്ന ദീപകിന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ രണ്ടാമത്തെ വീഡിയോ ദീപകിനെയും ദീപകിന്റെ കുടുംബത്തെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇട്ടിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോ ശരിക്കും നമ്മുടെ ഹൃദയം തകർക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം ഭയങ്കരമായി തകർന്ന് നമ്മളെല്ലാവരെയും പോലെയും സ്ട്രോങ് ഹൃദയമാകണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മളെല്ലാവരും സ്ട്രോങ് ഹൃദയമാണോ? നമുക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയാമെന്നുള്ളൂ. നമ്മുടെ ഹൃദയം അത്ര സ്ട്രോങ് ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. അങ്ങനെ തകർക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. അങ്ങനെയാണ് ആളത് ചെയ്തിട്ടുള്ളത്. അതൊരു ഉദാഹരണം മാത്രം തന്നതാണ്. നമ്മളെന്തെങ്കിലും പ്രോഡക്റ്റ് ഒരാൾ നശിപ്പിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവൂലേ? അപ്പോഴാണ് നമ്മുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ, നമ്മളെ മാനം പോലും കളയുന്ന രീതിയിൽ ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്നത്. ദീപകിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നില്ല. പക്ഷെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഈ കടുങ്കൈ ചെയ്യണമെന്നല്ല, ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നുണ പറയുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? കഴിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ദീപകിന്റെ വക്കീൽ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. അവർക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രതികളെ സാക്ഷികളെ സ്വാധീനിക്കാനും മറ്റും എന്തായാലും ചാൻസ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ എവിഡൻസ് ടാമ്പർ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജാമ്യാപേക്ഷ സ്ട്രോങ് ആയിട്ട് ഡിഫാക്ടോ കംപ്ലൈൻറ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒപ്പോസ് ചെയ്യും.
റിമാൻഡ് റിപ്പോർട്ടിൽ 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ചിത്രീകരിച്ച വീഡിയോകളിൽ എഡിറ്റിങ്ങും നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ശാസ്ത്രീയമായ റിപ്പോർട്ട്, പരിശോധനാ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബസ് CCTV എടുത്തു, അതിൻ്റെ അകത്തില്ല. പിന്നെ ഇവൾക്ക് ഈ അക്യൂസിന് പ്രതിക്ക് യാതൊരു കംപ്ലൈൻറ്റും ആരോടും പറഞ്ഞിട്ടില്ല. അവർ പോലീസിനോട് കംപ്ലൈൻ്റ് ഇല്ല, അവർ കോ പാസഞ്ചേഴ്സിനോട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, കണ്ടക്ടറുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പം അതിലെല്ലാം മനസ്സിലാക്കുന്ന ഇതൊരു ആസൂത്രിതമായ ഒരു ചിത്രീകരണമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റൂ. ഇന്ന് ജാമ്യം കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ എന്നാൽ പോലും പോലീസിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് കിടക്കുന്നത്, ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നൊരു കാര്യം അവരെല്ലാം സഹകരണം നടത്തി എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. പോലീസുകാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഷിംജിത്തെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. കാരണം ദീപക് മരിച്ച പിറ്റേ ദിവസം തന്നെ ഇവരോട് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരോട് വിളിക്കുമ്പോൾ വന്നാൽ മതി, വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നു. പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ അടിച്ചിറക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ പ്രഹസനമായിട്ട് തന്നെ കാണേണ്ടി വരുന്നുള്ളതാണ്. ഷിംജിതയെ ആ നാട്ടിൽ കണ്ട ആളുകളുടെ ഒക്കെ കമന്റുകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇഷ്ടം പോലെ മെസ്സേജുകൾ പല ആളുകൾക്ക് കിട്ടിയതാണ്. അവളുടെ ഫാമിലി വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പോലീസുകാർ വളരെ കൂളായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. ഇവിടെയുള്ള മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഇത് ഭയങ്കര ചർച്ചയായതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുമായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് എനിക്ക് പോലീസുകാരോട് പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഈ നിയമം പണമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കപ്പെടാനുള്ളതാവരുത്. ഒരാൾ എവിടെയോ നിന്നൊരു കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത നാടാണിത്, അല്ലെ? അപ്പോഴാണ് നേരിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഭയങ്കര പരിഗണന, സ്വന്തം കാറിലേക്ക് കൊണ്ടുപോകൂ, പോലീസ് ജീപ്പിൽ കൊണ്ടുപോകില്ല. നേരെ തിരിച്ചൊരു പുരുഷനായിരുന്നുവെങ്കിൽ, ഇത് നേരെ തിരിച്ചു നടന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആ പുരുഷനെ ഇന്ന് എന്താവും കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവുക? ഇവിടെ ഇപ്പൊ ഫെമിനിസ്റ്റുകളൊക്കെ വന്ന് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം അമ്മാതിരി ഊളത്തരം വിളിച്ചു പറഞ്ഞിട്ട് എഴുതിയത്. കുറച്ച് ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യന് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അതൊരു ഔദാര്യമല്ല, അത് സത്യമായതുകൊണ്ടാണ്. അതെന്തോ ഒരു വലിയ ഔദാര്യമായിട്ട് പറയുന്നത്. ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് സാർ അല്ല, ഗുഡ് ടച്ച് ആണെന്ന് അല്ല, ആരും അങ്ങനെ പറഞ്ഞില്ല. എന്ത് റെസ്പെക്ട്? ആ ഒരു സ്ത്രീ അങ്ങോട്ട് കയറി മുട്ടിയതാണെന്ന് ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവും, അപ്പിക്കാട്ടം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ദീപക് ടച്ച് ചെയ്തതല്ല, ദീപകിനെ അങ്ങോട്ട് പോയി ടച്ച് ചെയ്തതാ. അത് ബാഡ് ടച്ച് ആയിട്ട് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. സത്യമാണ്, ദീപകിനെ അങ്ങോട്ട് കയറി ടച്ച് ചെയ്തത് ബാഡ് ടച്ച് ആയിട്ട് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. ഇത് ശ്രീലക്ഷ്മി അറക്കലിന് വ്യക്തമായിട്ട് തോന്നി എന്നാ പറയുന്നത്. ഇത് അത്രയേ ഉള്ളൂ, ഫേമസ് ആവാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന കുറെ കൂത്തറകൾ. ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ സ്ത്രീകളുണ്ടല്ലോ, സത്യം പറയട്ടെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളെ പുരുഷന്മാരെ ആക്രമിക്കുകയോ വൃത്തികേട് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുക തന്നെ വേണം. ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊക്കെ കൂട്ടുനിൽക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെയാണ് എന്ന ചിന്ത അത് വേണ്ട, അത് വലിയ അബദ്ധമാണ് എന്നുള്ളതാണ്. ഇവിടെ കർണാടക മറ്റൊരു ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഏതാണ് എന്നൊന്നും ഒരു പിടുത്തണ്ടായിരുന്നില്ല. ഞാൻ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ തെരഞ്ഞു നോക്കി, അതേപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും വൈറലാവാൻ വന്നിട്ട് അങ്ങ് ഏറലായിട്ടുണ്ട് ചേച്ചി. ചേച്ചിക്ക് ഒരു പ്രശ്നമുണ്ട്. ചേച്ചി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീപകിന്റെ മരണത്തിൽ ഞാൻ ഭയങ്കര ദുഃഖം, ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്ന മറ്റു വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷിംജിത പാവാണ്, ഷിംജിത തെറ്റുകാരിയല്ല എന്ന രീതിയിലാണെന്നുള്ളതാ. ശ്രീലക്ഷ്മി അറക്കലിന് പിന്നെ യാതൊരു സങ്കോചം കൂടാതെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദീപക് കുറ്റക്കാരനാണ്, ദീപക് കയറി പിടിച്ചു എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇവരുടെ ഒരുപാട് വീഡിയോസ് നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ശ്രീലക്ഷ്മി അറക്കലിന്റെ ഊളത്തരം, ഉളുപ്പില്ലായ്മ, പിന്നെ ഊഞ്ഞാലാട്ടം, ഇതാണ് മെയിൻ സാധനങ്ങൾ. ബാക്കിയൊന്ന് കാണാം. ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊന്നും കാണുന്ന വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല. സംശയമില്ല. മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാറി എന്നങ്ങോട്ട് കരയടി. നമ്മോ സോഷ്യൽ മീഡിയ ആയി പോയി പണ്ടാര പറഞ്ഞ പോലെ അല്ലെങ്കിൽ പറയായിരുന്നതില്ലേ 4 തെറിയൊക്കെ. ഏതാടാ ഇവരത്? ഇതിനൊക്കെ എന്തിനാണ് ശ്രീകണ്ഠൻ നായരെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. അല്ല, കുറച്ച് ബോധവും വിവരമുള്ള ആളുകളെ കൊണ്ടുവരണം. ഒരു വിവരവും ഇല്ലാത്ത കുറെ കൂത്തറകളെ കൊണ്ടിരുത്തിയിട്ട് ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ നാക്കുണ്ടല്ലോ, ഒരു 1.5 നാക്കാണ് കേട്ടോ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കിടക്കുന്ന കാര്യമാണ്, മുഖത്തുനിന്ന് കൈയെടുക്കാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ്. പിന്നെ ഇതൊരു ചേച്ചിയും കൂടി പറഞ്ഞിരുന്നു, നിന്നെ അടിച്ച് ഞാൻ പെരപ്പുറം കയറ്റും എന്നൊക്കെ. അമ്മാതിരി ഊളത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഞങ്ങൾ കോടതിയല്ല എന്നുള്ളത്. നേരെ തിരിച്ച് തൊട്ടടുക്കുന്ന ആ കർണാടക ചേച്ചിയില്ല, മൂക്കേർ ഈ സാധനക്കെട്ടുള്ള ആ ചേച്ചി പറഞ്ഞൊരു വാക്കുണ്ട്. അതായത്, രാഹുൽ ഈശ്വർ, നിങ്ങൾക്ക് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മനോഭാവം അറിയോ?
അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞു അതെങ്ങനെ എനിക്കറിയാം, പീഡിപ്പിക്കുന്ന ആളുടെ മനോഭാവം അറിയാം. അപ്പൊ ആള് എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മി അറക്കലും പണ്ഡിതയാണെന്ന് തോന്നുന്നു, അടിപൊളി, കൂടെ കൂട്ടാം എന്ന ധാരണയിലായിരിക്കുന്നത്. നേരെ തിരിച്ച് രാഹുൽ ഈശ്വർ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കള്ളപ്പരാതിയിൽ പെട്ടുകിടക്കുന്ന ഒരു പുരുഷനെ കുറിച്ച് അറിയുമോ? ആ ചോദ്യം ചോദിച്ച സമയത്ത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന അറവാൾനാക്കുള്ള സ്ത്രീ ഒരു ഡയലോഗ് ഉണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അത് നിങ്ങളാണ് തീരുമാനിക്കുക. അപ്പൊ തന്നെ അതിജീവിത എന്നുള്ള കാര്യവും നിങ്ങളാണ് തീരുമാനിക്കുന്നത് ചോദിക്കുമ്പോൾ പിന്നെ ബഹളായി. ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ, ഇത് തമ്മിൽ എന്ന പ്രോഗ്രാമാണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഏഷ്യാനെറ്റിൽ നിന്ന് താങ്കൾ ഇവിടെ വന്നതിന് ശേഷം നടത്തുന്ന പരിപാടിയാണ്. അതിലേക്കെങ്കിലും ഉത്തരവാദിത്തമുള്ള ഊളത്തരം പറയാത്ത ആളുകളെ കൊണ്ട് ഇരുത്താമായിരുന്നു. പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഇത്തരം അതിക്രമങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ പ്രതികരിക്കാം, ഇതൊക്കെ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആളുകൾക്ക് അല്ലെ. പിന്നെ ആ മരണപ്പെട്ട ആള്, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കണ്ണട പൊട്ടിച്ച കഥ. നമ്മുടെ എന്തെങ്കിലും വസ്തു നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും, മറ്റുള്ള ആളുകളുടേതാവുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്നുള്ളതാണ്. 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ആളുകൾ മറന്നു പോകുന്നു, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ജാമ്യാപേക്ഷ നിരസിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനെ കൊല്ലാനിട്ട് കൊടുത്തിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് കേസുണ്ട്. അബ്സാക്കെ റജിയോ ഒരു സാധനല്ലേ, അവള് ചെയ്ത ആ വീഡിയോയിൽ ബ്ലറാക്കിയത് കൊണ്ടാണ് ഒരു പക്ഷെ ആ ചെങ്ങായി ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അയാളും തീരുമാനമായിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക, ജെനുവിനായി സംസാരിക്കുക, അത്രേ പറയുന്നുള്ളൂ. തെറ്റുകൾ പറ്റുമ്പോൾ അത് തിരുത്താനുള്ളത് തിരുത്തുക തന്നെ വേണം, അല്ലാതെ മിണ്ടാതിരിക്കരുത്. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പരമാവധി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സൈനിങ് ഓഫ്.